സ്മൃതി മുദ്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിളതണുപ്പിച്ച പാലക്കാടൻ ആർദ്രതയുടെ കാവ്യമനസ്സും കാക്കിയിട്ട കൃത്യതയും ഒരുപോലെ കാക്കുന്ന ഒരു വ്യക്തി. കാക്കിക്കുള്ളിലെ കവിഹൃദയം എന്നൊക്കെ മലയാളികൾ രസത്തോടെ പറയാറുള്ള പഴഞ്ചൊല്ലുണ്ടല്ലോ. ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഒരു മഹതി. എഴുതിയ പരീക്ഷകളിലെല്ലാം അഭിമാനാർഹമായ വിജയം, എഴുതിയ കൃതികളെല്ലാം കാവ്യത്തിൻ്റെ തെളിമ. ഒരേ സമയം ഡോക്ടറേറ്റും IPSഉം സാഹിത്യവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു മഹിളാരത്നം. ജീവിതത്തിൻ്റെ ഗതകാല സ്മരണകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ ചുവന്ന കസേരയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ അതിഥിയെ, ഡോക്ടർ ബി സന്ധ്യ IPS. നമസ്കാരം. നമസ്കാരം. സ്മൃതി മുദ്രകൾ എന്ന് പറയുന്ന പേര് തന്നെ പഴയ കാലത്തിലെ ഓരോ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്കിപ്പം ചോദിക്കാനുള്ളത്, ഈ യങ് സ്റ്റേജിൽ ഇപ്പോഴേ എന്താണെന്നുള്ളത് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ പഴയ കാലം അറിയില്ല. അപ്പോൾ പഴയ കാലത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ സ്കൂള് കോളേജ് ഈ കാര്യങ്ങളാണ് ആദ്യം അറിയാൻ ആഗ്രഹമുള്ളത്. അപ്പോൾ എവിടെയാണ് ഈ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയത്? സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയത് ആലപ്പുഴയിലാണ്. ഞാൻ നഴ്സറി സ്കൂളിലും പിന്നെ 7ാം ക്ലാസ് വരെ പഠിച്ചത് സെയിൻറ്റ് ആൻ്റണീസ് ഗേൾസ് ഹൈസ്കൂൾ. ശരിക്കും ആലപ്പുഴക്കാരിയാണ്? അല്ല, വീട് പാലായിലാണ്. പിന്നെ 7ാം ക്ലാസ് തൊട്ടൊക്കെ പഠിച്ചത് പാലായിലേക്ക് വന്നു. ഭരണങ്ങാനം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ പഠിച്ചത്. പിന്നെ പ്രീ ഡിഗ്രി BSc MSc എല്ലാം അൽഫോൻസ കോളേജ് പാല. ആലപ്പുഴയിൽ അച്ഛന് അവിടെ ജോലിയായിരുന്നു. അച്ഛന് ഒരു ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനായിട്ട് പാലായിൽ വരുമ്പോൾ അച്ഛൻ സ്വന്തം ലാബ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വീടും അമ്മയുടെ വീടും, അച്ഛൻ്റെ വീട് പാല പ്രോപ്പറാണ്, അമ്മയുടെ വീട് കുറച്ചുകൂടെ മാറി തലപ്പലം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു? നഴ്സറിയും ആ കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. നഴ്സറി ഓർമ്മയുണ്ട്? ഉണ്ട്. നഴ്സറി പോകുന്നതിന് മുമ്പ് ഒക്കെ ഓർമ്മയുണ്ട്. അല്ല, ആദ്യത്തെ ഓർമ്മ എന്താണ്? ജീവിതത്തിലെ ആദ്യത്തെ ഓർമ്മ അയ്യോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ 2 വയസ്സുള്ള ചില പ്രായമുള്ളപ്പോൾ ചില ചെറിയ മങ്ങിയ ഓർമ്മകൾ. എൻ്റെ അച്ഛൻ എന്നെ തൊട്ടിൽ കിടത്തി പാട്ട് പാടുന്ന എനിക്ക് ചെറിയൊരു മങ്ങിയ ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു എന്ന് പറഞ്ഞതുപോലെ വളരെ പഴയ ഓർമ്മ. എൻ്റെ അച്ഛന് എനിക്ക് കവിത ചൊല്ലി തന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ, അല്ലെങ്കിൽ കഥ പറഞ്ഞു തരണം. അപ്പോൾ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലേഡിൻ്റെ അത്ഭുത വിളക്ക്, അങ്ങനെയുള്ള കഥ. കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞ് രാമായണമൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ കവിത രമണനിലെ ഗ്രാമവർണ്ണന, വാഴക്കുല. അപ്പോൾ വാഴക്കുല ഓരോ തവണ കേൾക്കുമ്പോഴും കരയും, എന്നാലും അത് കേൾക്കണം, അങ്ങനെ ഉറങ്ങുള്ളൂ. ആണല്ലേ? അപ്പൊ ശരിക്കും അത് വേണമെങ്കിൽ ഒരു സാഹിത്യത്തിലേക്കുള്ള ഒരു ഇഞ്ചക്ഷൻ ആദ്യമേ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അല്ലേ? അതെ. നമുക്ക് ഈ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്കൂളിലേക്കുള്ള യാത്രകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? വീടിന്റെ തൊട്ടടുത്തായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലടിക്കുന്നവരെയും കേൾക്കാം, അത്രയ്ക്കും അടുത്തായിരുന്നു. അന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂള്. അതുപോലെ തന്നെ അക്ഷരം പഠിപ്പിച്ച ടീച്ചർ ഒരു മീനാക്ഷി ടീച്ചറാണ്. ആ ടീച്ചറിനെയൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതുപോലെ ഒരു ആശാമ്പള്ളിക്കുടത്തിൽ കുറച്ച് നാൾ പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മണ്ണിൽ എഴുതിപ്പിച്ചും ചൊല്ലി പഠിച്ചതും. പിന്നെ നഴ്സറി സിസ്റ്റേഴ്സ് കോൺവെൻറ്റ് സെയിൻറ്റ് ആൻ്റണീസിൽ തന്നെ അവിടെ പോയത്, ഇതെല്ലാം ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ ഒരുപാട് കുട്ടികൾ ചേർന്നുള്ള കളി. നടുക്കൊരു തുളസിത്തറയുണ്ട്. അപ്പോൾ ആ തുളസിത്തറ വലിയ തുളസിത്തറയാണ്. അതിൻ്റെ ചുറ്റിലും ഇരുന്നിട്ട് ഞങ്ങൾ കഞ്ഞിയും കറിയും വെച്ചും ഒളിച്ചു കളി, ഓടിപ്പിടുത്തം, അങ്ങനെ ഒരുപാട് കളികളുണ്ട്. കള്ളനും പോലീസും ഉണ്ടായിരുന്നു. പ്ലാവില അതെല്ലാം മാറി മറിഞ്ഞു വരും. കള്ളനാവും പോലീസാവും. പിന്നെ നിറച്ച് കുളങ്ങളുണ്ടാവും കോമ്പൗണ്ടിൽ, അതിൽ പോയിട്ട് മീൻ പിടിക്കുക. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ കുളമുള്ളത്. ഇഷ്ടംപോലെ കുളങ്ങളാണ്. അപ്പോൾ അതിൽ പോയിട്ട് മീൻ പിടിക്കുന്നത്, ഇങ്ങനെയുള്ള വളരെ രസകരമായ ഒരു ബാല്യം അല്ലേ? അതെ, സംശയമൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഈ എഴുതാനോ വല്ലോ അങ്ങനത്തെ ചിന്തയുണ്ടായിരുന്നു? കവിത ആദ്യമായിട്ട് എഴുതുന്നത് ഒരു 10 വയസ്സായപ്പോഴാണ്. അപ്പൊ ഏകദേശം ആ സമയത്ത് തന്നെ സ്കൂളിൽ ആലപ്പുഴയിലുള്ളപ്പോൾ തന്നെ? അതെ. കവിത ആദ്യമായിട്ട് എഴുതുന്നത് ഒരു 10 വയസ്സുള്ളപ്പോൾ
എനിക്ക് അത് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുല്ലയ്ക്കൽ അമ്പലത്തിൽ ചെറുപ്പ്. ആ അപ്പോൾ ചെറുപ്പ് ഡിസംബറിലാണ്, ഉത്സവം ഓഗസ്റ്റ് ഇപ്പോഴാണല്ലോ, കന്നിമാസത്തിലാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആന എഴുന്നള്ളിച്ച് നിൽക്കും, വൈകുന്നേരം ആയാലും ഒരു 5:30 മണിയാകുമ്പോൾ. അപ്പോൾ അമ്മ പറയുന്നത് വർത്തമാനം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്ന പറഞ്ഞു, ഡുണ്ടുണ്ടും കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെ പോവും. അപ്പോൾ ഈ ആനയെ കാണുന്നത് വലിയ കൗതുകമാണ്. സീതാരാമൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു, അതിനെ നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്കൊക്കെ കൊണ്ടുവരും. അത് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ നോക്കി നിൽക്കും. അപ്പോൾ സീതാരാമൻ ഒരു ചെറിയ ആനക്കുട്ടിയാണ്. അപ്പോൾ അതിനെ കാണുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ ഉത്സവത്തിനാണെങ്കിൽ നെറ്റിപ്പട്ടവും ഒക്കെ കെട്ടിയിട്ട് ആന നിൽക്കും. ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ വെഞ്ചാമരം വീശുന്നത് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ഈ ഉത്സവം കഴിയുമ്പോൾ പിന്നെ 10 ദിവസം കഴിയുമ്പം ആനയില്ല, ചെണ്ടയില്ല. അപ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ കവിത എഴുതിയത്. അപ്പോൾ സീതാരാമനെ കൊണ്ടുവരുമ്പോൾ അച്ഛനൊക്കെ പറഞ്ഞു തരും, അതിനെ പോയി തോണ്ടാൻ നിൽക്കരുത്. അപ്പോൾ അത് ഒന്നേ നിങ്ങളെ ഉപദ്രവിക്കും, അല്ലെ പാപ്പാനെ ഉപദ്രവിക്കും. അപ്പോൾ പാപ്പാനുള്ള ബുദ്ധിമുട്ടുകളും ആനയുടെ ഭംഗിയും ഒക്കെ ചേർത്തിട്ടാണ് ആദ്യത്തെ കവിത എഴുതുന്നത്. അത് ഓർമ്മയുണ്ടോ? അന്നെന്താ എഴുതിയ വരികളൊന്നും ഓർമ്മയില്ല, പക്ഷെ ഇത് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഒരുപാട് വായനയായിരുന്നു അന്നൊക്കെ കൂടുതൽ, എഴുത്ത് വളരെ ചുരുക്കവും വായന കൂടുതലുമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേനും മിക്കവാറും മലയാളത്തിലെ ക്ലാസിക്കൽ നോവൽസ് തന്നെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും വീട്ടിൽ പുസ്തകങ്ങൾ ഒരുപാട് വരും. ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്തു. അപ്പം പിന്നെ കുറച്ചുകൂടെ മുതിർന്നപ്പോഴാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഇരുന്നാണെങ്കിലും പുസ്തകങ്ങൾ വായിക്കും, അതിനെക്കുറിച്ചുള്ള ചർച്ച. കോളേജിലൊക്കെ ആകുമ്പോഴേക്കും ആണല്ലോ അതെ, ഈ കൂട്ടുകാരും ഒക്കെ ആയിട്ട് പുസ്തകങ്ങളെക്കുറിച്ചാണ് കൂടുതലും ചർച്ചയും. അപ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, കൂടുതൽ പെട്ടെന്ന് വായിക്കുക, ആരാദ്യം കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചു കഴിയും, ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ആ സമയത്ത്. 5ാം ക്ലാസ് 6ാം ക്ലാസ് സമയത്ത് ഇങ്ങനെ ഇത്രയും എത്തിയ സ്ഥിതിക്ക് ആ സമയത്ത് ഒരു കരിയർ ബിൽഡപ്പ് ഉണ്ടായിരുന്നു? ഇല്ല, അത് ഒരു 9ാം ക്ലാസ്സിലായപ്പോഴാണ്. പോലീസ് ചിന്തയിലില്ലായിരുന്നു അല്ലേ? സിവിൽ സർവീസ് എഴുതണമെന്ന് 9ാം ക്ലാസ് ആയപ്പോൾ. സിവിൽ സർവീസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീട്. പക്ഷെ എവിടെയോ പറഞ്ഞു ഒരു ടീച്ചർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടീച്ചർ ആവണമെന്നത് രണ്ടാമത്തെ, സിവിൽ സർവീസ് വന്നില്ലെങ്കിൽ ആദ്യം. യൂണിഫോമിന്റെ കാര്യം പ്രതീക്ഷിച്ചില്ല അല്ലേ? അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് എവിടെയാണ് പഠിച്ചത്? അൽഫോൻസ കോളേജ്, ഭരണങ്ങാനം, പാലയിലാണല്ലേ? അത് അവിടുത്തെ അത് ഫുൾ 5 years അവിടെ ആയിരുന്നു? അതെ, 7 വർഷം അവിടെ പഠിച്ചത്, MSc ഉൾപ്പെടെ. അപ്പൊ ആ സമയത്തേക്കൊക്കെ ഈ എഴുത്തൊക്കെ വളരെ ശക്തമായി. ഞാൻ കോളേജ് മാഗസിൻ എഡിറ്റർ ആയിരുന്നു. 7 പഠിക്കുമ്പോൾ തന്നെ സാഹിത്യ സമാജ സെക്രട്ടറി ആയിരുന്നു സ്കൂളിൽ. ഓഹോ, അല്ല ഈ കോളേജിലോട്ട് എത്തുമ്പോൾ രാഷ്ട്രീയമില്ല. ഞങ്ങൾ അൽഫോൻസ കോളേജല്ലേ, അവിടെ സ്ത്രീ പെൺകുട്ടികളുടെ കോളേജാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയമൊന്നും ഇല്ല, രാഷ്ട്രീയം ഇല്ലാതെയാണ് മത്സരം. വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അത് ഈ എഴുതുന്നത് കൊണ്ടാണോ, അത് അതിനകത്തൊരു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കിയത് കൊണ്ടാണോ? എഴുതുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല, അവർ പൊതുവെ എല്ലാവരുമായിട്ട് ഇടപെടുന്നതും ഒക്കെ കൊണ്ടായിരിക്കണം. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഒരിക്കൽ സ്കൂളിൽ 10ൽ ഒരുമിച്ച് പഠിച്ച ഒരു 13 പേര് ഒരുമിച്ച് ഞങ്ങൾ 2 വർഷം മുമ്പ് ടീച്ചേഴ്സിനെ കാണാൻ പോയിരുന്നു. ഒരുപാട് വയസ്സായി പലർക്കും, വലിയ സന്തോഷമായി ടീച്ചേഴ്സിനൊക്കെ. അപ്പോൾ എനിക്ക് ഈ സിവിൽ സർവീസിലേക്ക് പോകാനായിട്ട് പ്രചോദനമായിട്ടുള്ള സിസ്റ്റർ റോസിറ്റ എന്ന് പറയുന്ന ടീച്ചറിന് ഇപ്പം 84 വയസ്സിൽ കൂടുതൽ കാണുമായിരിക്കും. അപ്പോൾ ടീച്ചർ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ഓർമ്മയുണ്ട് ഇപ്പോഴും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ടീച്ചർ പറയുകയാണ് അതെല്ലാം, എന്നിട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു വെച്ച്. അപ്പോൾ ആ ഒരു സന്തോഷം, ഒരു പക്ഷേ അങ്ങനെ ഒരു ഓർമ്മ കുട്ടികളെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഏതെങ്കിലും അധ്യാപകർക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വലിയ സന്തോഷമായി, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരുമിച്ച്. പിന്നെ കോളേജിൽ ഞങ്ങൾ ആ ഒരു ബൈൻഡിങ് ഇപ്പം ഉണ്ട്. കോളേജിലാണെങ്കിലും ഞങ്ങൾ MScക്ക് 10 പേരായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധമാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ പെൺമക്കൾ പലരും കല്യാണം ആയി. അപ്പോൾ അവരുടെ കല്യാണത്തിനാണ് ഇപ്പം ഞങ്ങൾ ഒത്തുകൂടുന്നത്. ഈ സ്കൂളിൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഓർമ്മയിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല പാട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കേട്ടിട്ട്
അടുത്ത വീണ്ടും കോളേജിലേക്ക് തിരിച്ചു വരാം. നീലഗിരിയുടെ സഖികളെ എന്നുള്ള പാട്ട്, എന്തെങ്കിലും കാരണമുണ്ടോ അത്? ആ പാട്ട് പണിതീരാത്ത വീടെന്നുള്ള സിനിമയിലെ വയലാറിൻ്റെ വരികളാണ്. പിന്നെ ജയചന്ദ്രൻ്റെ ശബ്ദം എനിക്ക് വളരെ ഇഷ്ടമാണ്. ജയചന്ദ്രൻ്റെ ഏറ്റവും മികച്ച പാട്ടുകളിലൊന്നാണ് അത്. ആ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റിങ്ങനെ തിളങ്ങുന്ന മഞ്ഞുപാളികൾ അങ്ങനെ തിളങ്ങുന്ന ഹിമാലയം കാണുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് കോരിത്തരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള മലയുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട അനുഭവം വരുമ്പോൾ ഒരു മന്ത്രം പോലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, അപ്പം അഖിലാണ്ട മണ്ഡല ശില്പി ഇങ്ങനെ അഞ്ജനക്കല്ലുകൾ മിനുക്കി അടുക്കി അതിങ്ങനെ ഒരു മന്ത്രം പോലെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കപ്പോൾ ആ മന്ത്രം കേൾക്കാല്ലേ? വളരെ സന്തോഷം. സുപ്രഭാതം 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 സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ നാലുകെട്ടിൻ്റെ പടിപ്പുരമുറ്റത്തും ഞാൻ എൻ്റെ മൊഴി കൂടി പണിച്ചോട്ടെ. ആഹാ ഓഹോ ആ നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം.